ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അവൻ്റെ ഉന്നതമായ അസ്മാഉകളെയും സിഫാത്തുകളെയും സംബന്ധിച്ചുള്ള പഠനത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ഏതാനും ദർസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ പല നാമങ്ങളും അതിൻ്റെ അർത്ഥവും ആശയങ്ങളും നാം പഠിച്ചു മനസ്സിലാക്കുകയുണ്ടായി. ആ നാമങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഞാൻ സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ഇസ്മുകളും പഠിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കാണപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മറ്റു ചില നാമങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ നാമങ്ങളിൽപ്പെട്ട മറ്റു രണ്ട് ഇസ്മുകളാണ് അൽ ഖാഹിറു, അൽ ഖഹാറു. അൽ ഖാഹിർ വ അൽ ഖഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് ഇസ്മുകളാണിത്, ഖാഹിർ അതേപോലെ തന്നെ അൽ ഖഹാർ. ഈ നാമങ്ങൾ വന്നിട്ടുള്ളത് ഖഹറ എന്ന പദത്തിൽ നിന്നാണ്. ഖഹറ യഖ്ഹറു ഖഹ്റൻ, ഖഹറ യഖ്ഹറു ഖഹ്റൻ. ഖഹറ എന്ന് പറഞ്ഞാൽ ഗലബ വ അദല്ല വഹ്തഖറ, ഒന്നിനെ കീഴ്പ്പെടുത്തുക, ഒന്നിനെ താഴ്ത്തുക, ഒന്നിനെ ചെറുതാക്കുക. അതുകൊണ്ട് തന്നെ വൽ ഖഹ്റു, ഖഹ്ർ എന്ന് പറഞ്ഞാൽ മഅഖൂദുൻ മിനൽ ഗലബത്തി വൽ ഉലുവി വത്തദ്ലീൽ, ഗലബത്തിൽ നിന്ന് അഥവാ ഒന്നിനെ അതിജയിച്ച് നിൽക്കുക, ഒന്നിൻ്റെ മേലെയായി നിൽക്കുക, വൽ ഉലുവ് ഔന്നിത്യം, അതേപോലെ തന്നെ വത്തദ്ലീൽ മറ്റൊന്നിനെ താഴ്ത്തുകയോ തരം താഴ്ത്തുകയോ നിന്ദ്യമാക്കുകയോ ചെയ്യുന്ന ആ രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒന്നിനെ കീഴ്പ്പെടുത്തി അതിനെ തൻ്റെ താഴെയാക്കിക്കൊണ്ട് നിലകൊള്ളുന്ന അവസ്ഥ, അതിനാണ് ഖഹ്ർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു രാജ്യത്തെ ഒരാൾ കീഴ്പ്പെടുത്തിയാൽ ഖഹറ എന്ന് പറയും, ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയാൽ ഖഹറ എന്ന് പറയും, ഒരാളെ അടിമയാക്കിയാൽ ഖഹറ എന്ന് പറയും. അപ്പോൾ ഒന്നിൻ്റെ മേൽ അതല്ലെങ്കിൽ ഒരാളുടെ മേൽ ആധിപത്യമുണ്ടാവുകയും വിജയമുണ്ടാവുകയും അവയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുക, അതിനാണ് യഥാർത്ഥത്തിൽ ഖഹറ എന്ന് പറയുന്നത്. ഭാഷാപരമായി അതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് തന്നെ ഭാഷാപരമായ ഈ അർത്ഥം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അൽ ഖാഹിർ അതേപോലെ തന്നെ വൽ ഖഹാർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. വഹുവൽ ഖാഹിറു, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാഹിറാണ്, അഥവാ അതിജയിച്ച് നിൽക്കുന്നവനാണ്. ആരുടെ മേൽ? ഫൗഖ ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ അഗാധജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ മേൽ അൽ ഖാഹിറാകുന്നു. അതേപോലെ തന്നെ സൂറത്തു സ്വാദിലെ 65-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ കാണാം, ഖുൽ നബിയെ പറയുക, ഇന്നമാ അന മുൻദിറുൻ, തീർച്ചയായും ഞാനൊരു താക്കീതുകാരനാകുന്നു.
വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അൽ വാഹിദു, അവൻ ഏകനാകുന്നു, അൽ ഖഹാറു, അവൻ അൽ ഖഹാറുമാകുന്നു, എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്നവനും സൃഷ്ടികൾക്കുമേൽ ഉന്നതമായ അധികാരത്തോടുകൂടി ഉയർന്നു നിൽക്കുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അൽ ഖാഹിർ എന്ന ഇസ്മ സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിലും അൽ ഖഹാർ എന്ന ഇസ്മ സൂറത്തു സ്വാദിലെ 65-ാമത്തെ ആയത്തിലും നാം കാണുകയുണ്ടായി. സൂറത്തുൽ അൻആമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാഹിറാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇസ്മിൻ്റെ ശരിയായ ഒരു മഅന, ഒരു വിവക്ഷ, ഒരു ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അൽ മുദല്ലിലു, മറ്റൊന്നിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നവൻ, അൽ മുസ്തഅ്ബിദു ഖൽഖഹു, തൻ്റെ സൃഷ്ടികളെ അടിമകളാക്കി വെച്ചിട്ടുള്ള സാക്ഷാൽ യജമാനൻ, അൽ ആലി അലൈഹിം, അവരുടെ മേൽ ഉയർന്നു നിൽക്കുന്നവൻ, എല്ലാറ്റിനെയും അതിജയിച്ച് ഔന്നത്യത്തോടുകൂടി നിലകൊള്ളുന്നവൻ, അതാണ് അൽ ഖാഹിർ. അപ്പോൾ താൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കീഴ്പ്പെടുത്തുകയും അവരെ അടിമകളാക്കുകയും അവരുടെ മേൽ സാക്ഷാൽ യജമാനത്വം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ഉന്നതനും മഹാനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ശേഷം അദ്ദേഹം പറഞ്ഞു, വ ഇന്നമാ ഖാല ഫൗക ഇബാദിഹി, അവൻ്റെ അടിമകളുടെ മേൽ, ഫൗഖ് എന്ന് പറഞ്ഞാൽ മേലെയായി നിലകൊള്ളുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാഹിർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഫൗക ഇബാദിഹി, അടിമകളുടെ മേൽ എന്ന് പറഞ്ഞത് എന്തിനാണ്? ലിഅന്നഹു വസഫ നഫ്സഹു തആല ബിഖഹ്രിഹി ഇയ്യാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നഫ്സിനെ, അവൻ്റെ അടിമകളെ കീഴ്പ്പെടുത്തി അധീനപ്പെടുത്തി വെച്ചവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു സിഫത്ത് നൽകി. വമിൻ സിഫത്തി കുല്ലി ഖാഹിരിൻ ഷൈഅൻ അൻ യകൂന മുസ്തഅലിയൻ അലൈഹി, ഒരാൾ ഖാഹിറാകുമ്പോൾ ഏതൊന്നിനെയാണോ ഒരാൾ ഖഹർ ചെയ്യുന്നത്, തീർച്ചയായും ആ വ്യക്തി ആരെയാണോ ഖഹർ ചെയ്തത് അല്ലെങ്കിൽ എന്തിനെയാണോ കീഴ്പ്പെടുത്തിയത് അതിൻ്റെ മേലെയായി നിലകൊള്ളുന്നവനായിരിക്കും. അപ്പോൾ ഏതൊരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നുവോ ആ കീഴ്പ്പെടുത്തപ്പെട്ടവൻ്റെ മേലെയാണ് ആര്? കീഴ്പ്പെടുത്തിയ ആൾ ഉണ്ടാവുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ മുഴുവൻ അവൻ കീഴ്പ്പെടുത്തുകയും അവൻ്റെ സൃഷ്ടികളെല്ലാം അവനെ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് മേലെ ഉയർന്നു നിൽക്കുന്നവനാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവൻ എല്ലായിടത്തുമുണ്ട് എന്ന് പറയാൻ പാടില്ലാത്തതാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ്സമാ, അവൻ ഉപരിലോകത്താണ്. ഒന്നുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ 7 ആകാശങ്ങൾക്കും മേലെ അർശിലാകുന്നു, അവൻ്റെ മേലെയായി മറ്റൊന്നുമില്ല. ബഹുവല്ലാഹിർ, അല്ലാഹു അല്ലാഹിറാകുന്നു, അവൻ്റെ മേലെയായി ആരും തന്നെ ഇല്ല. അപ്പോൾ ഫമഅനൽ കലാമി ഇദൻ, എങ്കിൽ പിന്നെ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അല്ലാഹു അവൻ്റെ അടിമകളുടെ മേൽ ആധിപത്യമുള്ളവനും ഉയർന്നു നിൽക്കുന്നവനുമാകുന്നു എന്നതിൻ്റെ മഅന എന്താണ്? വല്ലാഹുൽ ഗാലിബു ഇബാദഹു, അല്ലാഹു അവൻ്റെ അടിമകളുടെ മേൽ അതിജയിച്ച് നിൽക്കുന്നവനാണ്, അവനെ തോൽപ്പിക്കാൻ സൃഷ്ടികളിൽ ആർക്കും സാധ്യമല്ല. അൽ മുദില്ലു ലഹും, അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നവനാണ്. അൽ ആലി അലൈഹിം, അവരുടെ മേലെയായി നിലകൊള്ളുന്നവനാകുന്നു. ബിതദ്ലീലിഹി ലഹും വ ഖൽഖിഹി ഇയ്യാഹും, അവരെ അവനാണ് സൃഷ്ടിച്ചത്, അവരെ കീഴ്പ്പെടുത്തിയതും അവൻ തന്നെയാകുന്നു. ഫഹുവ ഫൗഖഹും ബിഖഹ്രിഹി ഇയ്യാഹും, അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ മേലെയാകുന്നു അവൻ, അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട്. വഹും ദൂനഹു, സൃഷ്ടികളെല്ലാം അവൻ്റെ താഴെയുമാകുന്നു. അപ്പോൾ ഖാഹിർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികൾക്ക് മേലെ നിലകൊള്ളുന്ന, സൃഷ്ടികളെ എല്ലാ അർത്ഥത്തിലും അടക്കി വാഴുന്ന, അവരെ എല്ലാ നിലക്കും അടിമകളായി നിലനിർത്തുന്ന അത്യുന്നതനായ യജമാനനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അൽ ഖാഹിർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖഹാർ എന്ന് പറഞ്ഞാലോ സമാന ആശയം തന്നെയാണ്. എന്നാൽ ഖഹാർ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തി നിലകൊള്ളുന്നവൻ എന്നാണ്. ഖാഹിർ എന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലവും ഔന്നിത്യമേറിയതുമായ അർത്ഥം അൽ ഖഹാർ എന്നതിനുണ്ട്. കാരണം ഖാഹിർ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിജയിച്ച് നിൽക്കുന്നവൻ എന്ന സിഫത്തിൻ്റെ ഉടമയാകുന്നു എന്നാണ് ഖാഹിർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഖഹാർ എന്ന് പറഞ്ഞാലോ എല്ലാറ്റിനെയും, ചെറുതും വലുതുമായ എല്ലാറ്റിനെയും, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിനെയും
അടക്കി വാഴുന്ന, എല്ലാ അർത്ഥത്തിലും സൃഷ്ടികളുടെ മേൽ എല്ലാ അധികാരവുമുള്ളവൻ എന്നാണ് അൽ ഖഹാർ എന്ന് പറയുമ്പോഴും അർത്ഥമാക്കുന്നത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഹുവല്ലദീ ഖവഅത് ലഹുർ റിഖാബ്, എല്ലാ മുതുകുകളും അവന് കീഴൊതുങ്ങിയിരിക്കുന്നു. വദല്ലത് ലഹുൽ ജബാബിറ, എല്ലാ സ്വേച്ഛാധിപതികളും, ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും അതേപോലെ തന്നെ എല്ലാ അധിപന്മാരും സ്വേച്ഛാധിപതികളും സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒന്നുമല്ല. അവർ വെറും അടിമകളും ഫക്കീറുകളുമാകുന്നു. റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ എല്ലാ സൃഷ്ടികളും ഫക്കീറുകളാണ്. വഅനത് ലഹുൽ വുജൂഹ്, എല്ലാ മുഖങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. വഖഹറ കുല്ല ഷൈഇൻ വദാനത് ലഹുൽ ഖലായിഖ്, അവൻ എല്ലാറ്റിനെയും അതിജയിച്ച് നിലകൊള്ളുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികൾ മുഴുവൻ കീഴൊതുങ്ങുകയും ചെയ്തിരിക്കുന്നു. വതവാദഅത് ലിഅളമതി ജലാലിഹി വകിബ്രിയാഇ, അവൻ്റെ മഹത്വത്തിന് മുമ്പിൽ, അവൻ്റെ ഔന്നിത്യത്തിന് മുമ്പിൽ എല്ലാവരും വിനയപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വഅളമതിഹി വഉലുവിഹി വഖുദ്റതിഹി, അവൻ്റെ ഖുദ്റത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ ഔന്നിത്യത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കീഴൊതുങ്ങിയിരിക്കുന്നു. വസ്തകാനത് വതദാഅലത് ബൈന യദൈഹി വതഹ്ത ഹുക്മിഹി വഖഹ്രി, അൽ അഷ്യാഉ വസ്തകാനത് വതദാഅലത് ബൈന യദൈഹി വതഹ്ത ഹുക്മിഹി വഖഹ്രി, മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരായി കീഴൊതുങ്ങി അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാകുന്നു. ഇപ്രകാരം പ്രപഞ്ചം മുഴുവൻ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങി അവൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറു മിനന്നാസ്, കണ്ടില്ലേ ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും സകല ജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വിനയാന്വിതരായി വീഴുന്നവരാകുന്നു. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഖാഹിറും ഖഹാറുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാഹിറാണ്, അൽ ഖഹാറാണ്. ഈ രണ്ട് ഇസ്മുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സൃഷ്ടികളെ അതിജയിച്ച് നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും അവൻ്റെ മുന്നിൽ വിനയാന്വിതരാവണം, അവൻ്റെ മുന്നിൽ കീഴൊതുങ്ങണം. ഒരിക്കലും നാം അഹങ്കരിക്കുവാൻ പാടില്ല, ആരെയും അന്യായമായി കീഴ്പ്പെടുത്താൻ പാടില്ല. എല്ലാവരുടെയും മേലെയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്ന ബോധം നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അവൻ്റെ മുന്നിൽ കീഴൊതുങ്ങിക്കൊണ്ടുമുള്ള ഒരു ജീവിതമായിരിക്കണം വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവേണ്ടത്. ഇതാകുന്നു ഈ രണ്ട് ഇസ്മുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖഹാറാണ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് വന്ന മറ്റൊരു ഇസ്മാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വാഹിദുൽ ഖഹാർ, അവൻ വാഹിദുമാകുന്നു ഖഹാറുമാകുന്നു. എന്തുകൊണ്ടാണ് അൽ വാഹിദ് എന്ന ഏകൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ അല്ലെങ്കിൽ ഏകനായിരിക്കുക എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് അൽ ഖഹാർ എന്ന ഇസ്മുമായി ചേർന്ന് വന്നത്? അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ ഖഹാറു യകൂനു ഖഹാറൻ ലിഅന്നഹു ലൈസ ലഹു നാസിറുൻ വ ശരീക്. ഒരു ഖാഹിറായ ഒരാൾ, അതല്ലെങ്കിൽ അൽ ഖഹാർ എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരാൾ അങ്ങനെ പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? തനിക്കൊരു പങ്കുകാരനോ ഒരു സഹായിയോ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു പങ്കുകാരുടെ ആവശ്യമില്ലാത്തവന് മാത്രമേ അൽ ഖഹാർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അൽ ഖാഹിർ എന്നെല്ലാം പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പങ്കുകാരും സഹായിയും ആവശ്യമില്ലാത്തവൻ ആരു മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ ദുനിയാവിൽ ചില ഖാഹിറുകളുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തി, ഒരു പ്രദേശത്തെ കീഴ്പ്പെടുത്തി, ഒരു ജനസമൂഹത്തെ കീഴ്പ്പെടുത്തി. പക്ഷേ അവർ കീഴ്പ്പെടുത്തുമ്പോഴും അവരെ ഭാഷാപരമായി ഖാഹിർ എന്ന് പറയാം. പക്ഷേ അപ്പോഴും അവരെ സഹായിക്കാൻ സൈന്യങ്ങൾ വേണം. അവരെ സഹായിക്കാൻ എന്തിനേറെ അവർക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അത് പാചകം ചെയ്തു കൊടുക്കുന്ന പാചകക്കാരായ ആളുകൾ വേണം. അസുഖം വന്നാൽ അവർക്ക് മരുന്ന് നൽകുന്ന ഡോക്ടർമാർ വേണം. മറ്റു ഖിദ്മത്തുകൾക്ക് അവർക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖഹർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, സഹായികളില്ല, നാസിറില്ല, ശരീക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ അൽ വാഹിദാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്.
അതുകൊണ്ട് തന്നെ അവന് മാത്രമേ അൽ ഖഹാർ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അത്തരം ആളുകളെ ഖഹാർ എന്ന് പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അത് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹക്കീമുൽ ഖബീർ. അള്ളാഹു ഖാഹിറാണ് എന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് പറയപ്പെട്ട മറ്റു 2 ഇസ്മുകളാണ് അൽ ഹക്കീം അൽ ഖബീർ. അള്ളാഹു സൂക്ഷ്മജ്ഞനാണ് ആകുന്നു, അതേപോലെ തന്നെ ഹിക്മത്തുള്ളവനും അഗാധജ്ഞനുമാകുന്നു. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അടക്കി ഭരിക്കുന്ന പല രാജാക്കന്മാരുമുണ്ട്. പക്ഷേ അവർ പലപ്പോഴും വാലിമീങ്ങളായിരിക്കും, അക്രമികളായിരിക്കും. അവർക്ക് ശക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പലർക്കും ബുദ്ധി ഉണ്ടാവുകയില്ല, പലരും നീതിമാന്മാരുമായിരിക്കുകയില്ല. അതോടൊപ്പം തന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പല കഴിവുകളും അവർക്കുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ കഴിവുകേടുകളായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഭരണാധികാരിക്കും അവരുടെ ഭരണം നിലനിർത്താൻ കഴിയാത്തത്, അവരുടെ പരാജയമാണത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാഹിറാണ് എന്ന് പറയുമ്പോൾ അവനിൽ നിന്ന് ഒരു നിലക്കും ളുൽമ്, അക്രമം, അതേപോലെ തന്നെ അനീതി അത് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ കീഴടക്കി വെച്ചിട്ടുള്ളത് ഹിക്മത്തിൻ്റെയും ഇൽമിൻ്റെയും അടിസ്ഥാനത്തിലാണ്, സൂക്ഷ്മമായ അറിവിൻ്റെയും ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ലിഅന്ന ഖഹ്റഹു സുബ്ഹാനഹു വ തആല ഫൗഖ ഇബാദി അലാ മുഖ്തദൽ ഇൽമി വൽ ഹിക്മ. തൻ്റെ അടിമകൾ അവൻ കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇൽമിൻ്റെയും ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. വലാ യകൂനു മിൻഹു ജൗറൻ വദുൽമ. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും അനീതിയോ അക്രമമോ ഉണ്ടാവുകയില്ല. ഇപ്രകാരം ഒട്ടും അനീതിയില്ലാതെ അതിക്രമം കാണിക്കാതെ ഏറ്റവും ഹിക്മത്തോടുകൂടി ഓരോന്നും ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തുകൊണ്ടും നിലകൊള്ളേണ്ടുന്ന രൂപത്തിൽ നിലകൊണ്ടുകൊണ്ടും സൃഷ്ടികളുടെ മേൽ എല്ലാ അർത്ഥത്തിലും നീതിയുടെ, കാരുണ്യത്തിൻ്റെ, ദയാവായ്പിൻ്റെ എല്ലാ സിഫാത്തുകളോടൊപ്പം തന്നെ സൃഷ്ടികളെ കീഴ്പ്പെടുത്തി അവരുടെ മേലെയായി നിലകൊള്ളുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അൽ ഖാഹിർ വൽ ഖഹാർ എന്ന ഇസ്മുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മുകൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം അള്ളാഹു ഖഹാറാണ് എന്ന് പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുൽ ഇന്നമാ അന മുൻദിറുൻ, ഞാനൊരു താക്കീതുകാരനാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല. അൽ വാഹിദുൽ ഖഹാർ, അവൻ വാഹിദാണ്, ഏകനാണ്, അൽ ഖഹാറുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖഹാറാണ്, അതേപോലെ തന്നെ അൽ ഖാഹിറാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സൃഷ്ടികളെ ആരെയും ആരാധിക്കുവാൻ പാടില്ല. മലക്കുകളെയോ ജിന്നുകളെയോ മനുഷ്യരെയോ ഒരു സൃഷ്ടിയെയും ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അൽ ഖാഹിറായി അൽ ഖഹാറായി നിലകൊള്ളുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അസ്മാകൾ നമ്മെ തൗഹീദുള്ളവരാക്കണം, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളാക്കി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു 2 ഇസ്മുകളാണ് അൽ വലിയു വൽ മൗല. അൽ വലി ഇത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്. അതേപോലെ തന്നെ അൽ മൗല ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു ഇസ്മാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു ശൂറയിൽ ധാരാളം ആയത്തുകളിലുണ്ട്, ചില തെളിവുകൾ മാത്രം. സൂറത്തു ശൂറയിലെ 9-ാമത്തെ ആയത്തിൽ കാണാം, ഫല്ലാഹു ഹുവൽ വലിയു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാകുന്നു അൽ വലി. വഹുവ യുഹ്യിൽ മൗത, അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു ശൂറയിലെ തന്നെ 28-ാമത്തെ ആയത്തിൽ കാണാം, വഹുവൽ വലിയുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വലിയാണ്, അതേപോലെ തന്നെ അൽ ഹമീദാണ്, സ്തുത്യർഹനുമാകുന്നു. ഇനി അൽ മൗല എന്ന ഇസ്മ സൂറത്തു അൽ അൻഫാലിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, വ ഇൻ തവല്ലൗ ഫഅലമു അന്നല്ലാഹ മൗലാക്കും. ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ, വ ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഅലമു നിങ്ങൾ അറിയണം, അന്നല്ലാഹ മൗലാക്കും, അല്ലാഹുവാകുന്നു നിങ്ങളുടെ മൗല. നിഅമൽ മൗല വ നിഅമൻ നസീർ, അവൻ എത്ര നല്ല മൗലയാണ്, അവൻ എത്ര നല്ല സഹായിയാണ്. അപ്പോൾ ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ വലി എന്ന ഒരു പേരുണ്ട്, അതേപോലെ തന്നെ അൽ മൗല എന്ന ഒരു നാമവുമുണ്ട്. ഈ 2 നാമങ്ങളും നമ്മളിവിടെ ചേർത്ത് പറയാനുള്ള കാരണം, ഈ 2 നാമങ്ങളും ഒരു പദത്തിൽ നിന്ന്, ഒരർത്ഥത്തിൽ നിന്ന്, ഒരു ആശയത്തിൽ നിന്ന് വന്നതാണ്. നേരിയ വ്യത്യാസങ്ങൾ ആശയതലത്തിലുണ്ടെങ്കിലും 2 ഇസ്മുകളും ഒരു പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഏതാണ് ആ പദം?
വലിയ യലി വിലായത്തൻ വ വലായത്തൻ. വലിയ യലി വിലായത്തൻ വ വലായത്തൻ. എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ? വലിയ എന്ന് പറഞ്ഞാൽ ഒന്നിനെ കീഴ്പ്പെടുത്തുക, ഒന്നിൻ്റെ മേൽ അധീശത്വമുണ്ടാവുക, ഒന്നിനു വേണ്ടി നിലകൊള്ളുക, ഒന്നിനെ സഹായിച്ചുകൊണ്ടും അതിനെ സംരക്ഷിച്ചുകൊണ്ടും നിലകൊള്ളുക, ഒന്നിനോട് അടുത്തു നിൽക്കുക. ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹക്കമഹു വതസല്ലത അലൈ, ഒന്നിൻ്റെ മേൽ വിധി നടത്തുക, അതിനെ കീഴ്പ്പെടുത്തുക എന്നർത്ഥമുണ്ട്. മലക്ക അമ്രഹു വഖാമ ബിഹി, ഒരാളുടെ കാര്യം അതിൻ്റെ ഉടമസ്ഥതയുണ്ടാവുക, ആ വ്യക്തിക്ക് വേണ്ടിയോ ആ ആൾക്ക് വേണ്ടിയോ ആ വസ്തുവിന് വേണ്ടിയോ നിലകൊള്ളുക, അതും ഇതിൻ്റെ അർത്ഥമാണ്. അതേപോലെ തന്നെ ദനാമിൻഹു, ഒന്നിനോടടുത്ത് നിൽക്കുക, അങ്ങനെയും അതിന് അർത്ഥമുണ്ട്. അപ്പോൾ വലിയ യലി വിലായത്തൻ, അടുത്ത് നിൽക്കുക, സഹായിക്കുക, കീഴ്പ്പെടുത്തുക, ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നെല്ലാം അർത്ഥമുള്ള പദമാണ്. അതിൽ നിന്നാണ് അൽ വലി, അതേപോലെ തന്നെ അൽ മൗല എന്നീ പദങ്ങൾ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വലിയ എന്ന പദം, അതിൻ്റെ ഇസ്മ യഥാർത്ഥത്തിൽ അൽ വാലി എന്നാണ്. ഒരാളുടെ കാര്യം ഏറ്റെടുത്തവൻ, സംരക്ഷകൻ എന്നൊക്കെയാണ് അൽ വാലി എന്ന പദത്തിൻ്റെ അർത്ഥം. എന്നാൽ ആ പദത്തേക്കാൾ ഒരല്പം കൂടി കൂടുതലായി അർത്ഥം ലഭിക്കുന്ന വേർഡാണ് അൽ വലി. വാലി എന്നുള്ള പദം, ആ പദമാണ് യഥാർത്ഥത്തിൽ വലിയ എന്നതിൻ്റെ ഫായിലായി, കർത്താവായി വരുന്നത്. അതുകൊണ്ടുള്ള അർത്ഥം ഇതാണ്, സംരക്ഷിക്കുക എന്നാണ്. എന്നാൽ വാലി എന്നതിൽ നിന്ന് മാറി അൽ വലി എന്നുപയോഗിച്ചാൽ ഉലമാക്കൾ പറഞ്ഞത് അത് സീഗത്തുൻ മുബാലഗ മിനൽ ഇസ്മിൽ വാലി വയദുല്ലു അലൽ ഖുർബി വദ്ദുനു. അൽ വലി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സഹായിക്കുന്നവൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, എല്ലാവരേക്കാളും അടുത്ത് നിൽക്കുന്നവൻ, എല്ലാവരേക്കാളും സഹായിക്കുന്നവൻ. വയുത്ലഖു അലൻ നാസിരി വസ്സയ്യിദി വമുതവല്ലിൽ ഉമൂരി വമാലികി തദ്ബീരി. അതോടൊപ്പം അൽ വലി എന്ന് പറഞ്ഞാൽ സഹായിക്കുക, സയ്യിദായി നേതാവായി നിലകൊള്ളുക, കാര്യങ്ങൾ ഏറ്റെടുക്കുക, എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥവും അൽ വലി എന്ന പദത്തിന് ഉണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് സൃഷ്ടികളെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും ഒരു മനുഷ്യനോട്, ഒരു സൃഷ്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും അവൻ്റെ സയ്യിദായി നിലകൊള്ളുകയും അവനെ സഹായിക്കുകയും അവൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നവൻ, അതാകുന്നു അൽ വലി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വലിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അർത്ഥം അതാകുന്നു. അതേപോലെ തന്നെ അൽ മൗല, ഇതും യഥാർത്ഥത്തിൽ വലിയ എന്ന ആ ഫിഇലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അൽ മൗല, അൽ മൗല എന്ന് പറഞ്ഞാൽ അതിൻ്റെയും അർത്ഥം അൽ മാലിക്കു, ഉടമസ്ഥനായി നിലകൊള്ളുന്നവൻ, വന്നാസിറു, സഹായിയായി നിലകൊള്ളുന്നവൻ, അൽ മുഅ്തിഖു, മോചനം നൽകുന്നവൻ. അതേപോലെ തന്നെ മോചനം നൽകപ്പെട്ടവർക്കും ഭാഷാപരമായി മൗല എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ആ മോചിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മൗല എന്ന് പറയും, മോചിപ്പിക്കുന്ന ആൾക്കും മൗല എന്ന് പറയുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മൗല എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ എല്ലാ അപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ, അവരുടെ മാലിക്കായും നാസിറായും നിലകൊള്ളുന്നവൻ. അപ്പോൾ വലിയ അതേപോലെ തന്നെ മൗല ഏകദേശം രണ്ടും ഒരേ പദത്തിൽ നിന്ന് വന്നതാണ്. ഒരേ ആശയമാണ് അവക്കുള്ളത്, ഒരേ അർത്ഥമാണ് അവക്കുള്ളത്. സൃഷ്ടികൾക്ക് സംരക്ഷകനായി, സൃഷ്ടികൾക്ക് എല്ലാ നിലക്കും സഹായിയായി നിലകൊള്ളുക എന്നാണ് ഈ ഇസ്മുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അൽ വലി വൽ മൗല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അതിലുണ്ട് എന്ന് ഉലമാക്കൾ സൂചിപ്പിക്കുന്നു. എന്താണത്? അൽ വലിയു തദുല്ലു അലാ വിലായത്തിൻ ആമ്മ വൽ മൗല തദുല്ലു അലാ വിലായത്തിൻ ഖാസ്സ. അൽ വലി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള, എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നതാകുന്നു ആ രക്ഷാധികാരി എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മുസ്ലിമീങ്ങളും പെടും, അല്ലാത്തവരും പെടും, ജീവനുള്ളതും പെടും, ഇല്ലാത്തതും പെടും. എല്ലാവർക്കും സംരക്ഷകനായി നിലകൊള്ളുന്നവൻ, അതാകുന്നു അൽ വലി. എന്നാൽ മൗല എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് മാത്രം സംരക്ഷകനായി നിലകൊള്ളുന്നവൻ എന്ന അർത്ഥമാണുള്ളത്. എന്താണ് അതിനുള്ള തെളിവായിട്ട് ചില ഉലമാക്കൾ പറഞ്ഞത്? സൂറത്ത് മുഹമ്മദിലെ 11-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, "ദാലിക ബി അന്നല്ലാഹ മൗലല്ലദീന ആമനു."
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മൗലയാകുന്നു. വ അന്നൽ കാഫിരീന ലാ മൗലാ ലഹും, എന്നാൽ സത്യനിഷേധികളായ ആളുകൾക്ക് മൗലയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേകമായ സംരക്ഷണം, വിശ്വാസികൾക്ക് മാത്രം നൽകുന്ന ആ സംരക്ഷണം അത് അവിശ്വാസികൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത്, സംരക്ഷണം എന്നത്, അതിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്മുകളാണ് വലിയ അൽ മൗല, സംരക്ഷണം നൽകുക. ആ വിലായത്ത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സകല സൃഷ്ടികൾക്കും ലഭിക്കുന്നത്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ ആയത്താണ്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു വലിയുമില്ല, ഒരു സഹായിയുമില്ല. അപ്പോൾ അള്ളാഹു അല്ലാത്തൊരു വലിയ സൃഷ്ടികൾക്ക് ആർക്കുമില്ല. എല്ലാവരുടെയും വലിയാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ എല്ലാവരുടെയും വലിയായി നിലകൊള്ളുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതിനാണ് വിലായത്തുന ആമ്മ എന്ന് പറയുന്നത്. സൂറത്തു തൗബയിലെ 74-ാമത്തെ ആയത്തിലും കാണാം, വമാലഹും ഫിൽ അർദി മിൻ വലിയ്യിൻ വലാ നസീർ, ഭൂമിയിൽ അവർക്ക് അള്ളാഹുവിന് പുറമെ വേറെ ഒരു വലിയോ ഒരു നസീറോ ഇല്ല, ഒരു സഹായിയോ രക്ഷാധികാരിയോ ഇല്ല എന്ന് സൂറത്തു തൗബയിലും കാണാം. അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു വിലായത്തുൻ ഖാസ്സയുണ്ട്, പ്രത്യേകമായി ലഭിക്കുന്ന സംരക്ഷണം. അതാർക്കുള്ളതാണ്? മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വലിയാകുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നു. വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളാകട്ടെ, ഔലിയാഉഹുമുത് ത്വാഗൂത്ത്, അവരുടെ വലിയകൾ എന്ന് പറയുന്നത് ത്വാഗൂത്താണ്, ഇബ്ലീസും അവൻ്റെ ആളുകളുമാകുന്നു. യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, അവർ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ അല്ലാഹു ആകട്ടെ വിശ്വാസികളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ വിശ്വാസികളുടെ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എന്നിവിടെ പ്രത്യേകം പറഞ്ഞത്, വിശ്വാസികൾക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക കാരുണ്യം, പ്രത്യേക മഗ്ഫിറത്ത്, പ്രത്യേക സംരക്ഷണം, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത്, ഖബറിലും മഹ്ശറിലും അവർക്ക് നൽകുന്ന സംരക്ഷണം, ആത്യന്തികമായി നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസ്ഥ. ഈ നിലക്ക് വിശ്വാസികൾക്ക് മാത്രം ഖാസ്സായ വിലായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ട്. സൂറത്തുൽ ആറാഫിലെ 196-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന വലിയ്യല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ് സ്വാലിഹീൻ, എൻ്റെ വലിയ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവാകുന്നു, അവനാകുന്നു സ്വാലിഹീങ്ങളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നവൻ. വഹുവ യതവല്ലസ് സ്വാലിഹീൻ, മുഴുവൻ സ്വാലിഹീങ്ങളുടെയും സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്ക്, അമ്പിയാക്കൾക്ക്, സിദ്ദീഖീങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീകൾക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു വിലായത്തുമുണ്ട്. സകല സൃഷ്ടികൾക്കും ലഭിക്കുന്ന ആമായ ഒരു വിലായത്തുമുണ്ട്. ഇത് അല്ലാഹു വലിയാണ്, മൗലയാണ് എന്ന ഇസ്മുകൾ പഠിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ട് ഇസ്മുകൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നവരെ വെറുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ശത്രുക്കളോട് ശത്രുത വെച്ച് പുലർത്തുവാനും അല്ലാഹുവിൻ്റെ മിത്രങ്ങളോട് മൈത്രി ബന്ധം പുലർത്തുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ മുംതഹനയിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവ്വി വ അദുവ്വക്കും ഔലിയാ, വിശ്വാസികളെ, നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി വലിയകളായി കരുതരുത്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ, സത്യവിശ്വാസികളുടെ ശത്രുക്കൾ, ആ ശത്രുക്കളെ നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാക്കരുത്. പിന്നീട് നിങ്ങളുടെ മിത്രങ്ങൾ ആരായിരിക്കണം? അത് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു, നിങ്ങളുടെ വലിയ അല്ലാഹുവാകുന്നു, അതേപോലെ തന്നെ പിന്നീട് റസൂലാകുന്നു, പിന്നീട് സത്യവിശ്വാസികളുമാകുന്നു. അവരാകണം നിങ്ങളുടെ മിത്രങ്ങൾ, നിങ്ങളുടെ സഹായികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വലിയായി കരുതുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നവരെ വെറുക്കുവാനും അവർ തയ്യാറാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ രക്ഷാധികാരിയില്ല, മൗലയില്ല, വലിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സൂറത്തു ശൂറയിൽ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്, അമിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ,
അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുകയാണോ? ഫല്ലാഹു ഹുവൽ വലിയ്യു വഹുവ യുഹ്യിൽ മൗത. അള്ളാഹുവാകുന്നു വലിയ്, അവനാകുന്നു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ, വലിയകളെ സ്വീകരിക്കുവാൻ പാടില്ല. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ വലിയില്ല. അപ്പോൾ അള്ളാഹുവാകുന്നു അൽ വലി, അള്ളാഹുവാകുന്നു അൽ മൗല എന്ന് മനസ്സിലാക്കിയാൽ അവനോട് രക്ഷ ചോദിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, എല്ലാ അപകടങ്ങളിൽ നിന്നും അവനോട് കാവൽ തേടുക, അള്ളാഹു അല്ലാത്ത ഒരാളെയും വലിയായി സ്വീകരിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വലിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുകയും അള്ളാഹു വെറുക്കുന്നവരെ വെറുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിലക്കൊക്കെയാണ് ഈ ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് നേടുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.